ജനുവരി 26 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടുത്ത സത്യസന്ധത എന്ന തലക്കെട്ടോടുകൂടി ഒന്നാമത്തെ പടിയുടെ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് 23 24 പേജിലായിട്ട് കിടക്കുന്ന ഭാഗമാണ്. അവിടെ ഒരു മദ്യാസക്തൻ പരാജയത്തിൻ്റെ നെല്ലിപ്പലക കാണണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത് എന്ന് ഉള്ള ചോദ്യത്തോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പരിപൂർണമായിട്ടും പരാജയം സമ്മതിക്കുക, ഇല്ല എനിക്ക് വേറെ വഴിയില്ല എന്ന് സമ്മതിക്കാൻ തയ്യാറായാൽ മാത്രമാണ് എ പ്രോഗ്രാം നമുക്ക് കൃത്യമായിട്ട് പരിശീലിക്കാനായിട്ട് പറ്റുമെന്നാണ് നമ്മുടെ പഴമക്കാരും അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്ന് വരുന്ന നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ അനുഭവങ്ങളെല്ലാം കാണിച്ചു തരുന്നതാണ്. കാരണം എയുടെ 11 പടികൾ പരിശീലിക്കുക, ഒന്നാമത്തെ പടി എടുത്തു കഴിഞ്ഞ് ബാക്കി 11 പടികൾ ജീവിതത്തിൽ പുലർത്തുക എന്നത് തീർച്ചയായിട്ടും വലിയ വില കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ പടിയിൽ തന്നെ അത് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് എന്തൊക്കെ തരത്തിലുള്ള വിലയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം അവിടെ ഒരിക്കലും ഒരു മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള മനോഭാവങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പഴയ മനോഭാവത്തിലല്ല നമ്മൾ പോകേണ്ടത്. അതേപോലെ തന്നെ മനോഭാവം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പ്രവർത്തനങ്ങളും എന്നിലുണ്ടാവേണ്ടതുണ്ട് എന്നാണ്. അപ്പം അവിടെയാണ് സത്യസന്ധത ഉള്ളവനായിരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന ചോദ്യമുണ്ട്. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്കെല്ലാം ന്യായീകരണം ചമയ്ക്കുകയും ഏത് തരത്തിലും കള്ളങ്ങൾ പറയാമെന്ന രീതിയിലുണ്ടായിരുന്ന ആളുകൾ പലപ്പോഴും മദ്യം കുടിക്കാനായിട്ട് അത്രയധികം കള്ളങ്ങൾ പറഞ്ഞ ആളുകൾ, ഏതൊരു കാര്യത്തിലും നമ്മളെ ന്യായീകരിച്ച് പറയുന്ന ആളുകൾ, ഏതൊരു കുഴപ്പം നമുക്കുണ്ടാകുമ്പോഴും അതിന് കാരണമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ള ആളുകൾ. ഇവിടെ കടുത്ത സത്യസന്ധത എന്നത് ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം മോശമായിട്ട് വരുമ്പോൾ ആ കാര്യങ്ങൾ എനിക്ക് കുഴപ്പമുണ്ട്, എൻ്റെ കുഴപ്പമാണ് എന്ന് ഏറ്റുപറയുന്ന രീതിയിൽ സത്യസന്ധതയാണ്. എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് സമ്മതിക്കുന്നത് തൊട്ട് ഓരോ കാര്യങ്ങളിലും എൻ്റെ കുഴപ്പങ്ങൾ കണ്ടെത്തുക. അപ്പോൾ കടുത്ത സത്യസന്ധത എന്നത് പഴയ രീതിയിൽ ഉണ്ടായിരുന്ന പോലെ അല്ല ഞാൻ സത്യം മാത്രമേ പറയൂ എന്നതല്ല. പല കാര്യങ്ങളിലും നമ്മുടെ കുറ്റങ്ങൾ വേറൊരാൾ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നേരത്തെ പറഞ്ഞ പോലെ സത്യസന്ധനല്ല എന്ന തിരിച്ചറിവ് പോലും നമുക്കില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ സത്യസന്ധത ഇല്ലായ്മയെക്കുറിച്ച് വാചാലമായിരിക്കുമ്പോൾ നമുക്ക് സത്യസന്ധത ഇല്ല നമ്മൾ തിരിച്ചറിയില്ല. അപ്പോൾ കടുത്ത സത്യസന്ധത എന്നത് കുടിക്കാതിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതും നമ്മുടെ ഉള്ളിൽ ആത്മപരിശോധന വേറൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നുകൂടി കേട്ടോ. അല്ലാണ്ട് അത് എളുപ്പമല്ല എന്നുള്ളതാണ്. ഈ കടുത്ത സത്യസന്ധത എന്നുള്ളത് നമ്മുടെ ഈഗോയെ മൊത്തം എടുത്ത് കളഞ്ഞുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒന്നാണ് കടുത്ത സത്യസന്ധത എന്ന്. അല്ലാണ്ട് അതിങ്ങനെ എല്ലാവരോടും സത്യം വിളിച്ച് പറയുക എന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഈ സത്യസന്ധത എന്നുള്ളത്. അപ്പോൾ പഴയ ജീവിത രീതി അല്ലാതെ പുതിയ മനോഭാവങ്ങളുടെയും പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സത്യസന്ധതയെക്കുറിച്ച് പറയുന്നു. അതേപോലെ സഹിഷ്ണുത എന്ന ഗുണം നമുക്ക് എത്രത്തോളം ഉണ്ട് നമ്മൾ സ്വയം ചോദിച്ചാൽ മതി. മറ്റുള്ള ആളുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ അല്ലാതെ ഉണ്ടാവുന്ന സഹിഷ്ണുത, എന്ത് നിസ്സാരമായൊരു കാര്യം നമ്മൾ മക്കളോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്താൽ നമ്മുടെ സഹിഷ്ണുത അതൊരു 10 വട്ടം ആവർത്തിച്ച് എന്തുണ്ടാവുക? എവിടെയാണെങ്കിലും നമ്മുടെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരോടാണ് നമ്മളെപ്പോഴും സഹിഷ്ണുത ഇല്ലാതെ പെരുമാറുക എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ അടുത്ത സത്യസന്ധതയും സഹിഷ്ണുതയും നമുക്കില്ല എന്ന് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരിക്കലും അത് അറിയാൻ പോലും പറ്റില്ല. ഇനി കുടി നിർത്തി ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമൊന്നും വരാതിരുന്ന് കഴിഞ്ഞാലും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. അവർക്കും ഇത് സാധ്യമല്ല. ആ കടുത്ത സത്യസന്ധതയും സഹിഷ്ണുതയും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് കുറേ മീറ്റിങ്ങിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ കുടിക്കാതിരിക്കുന്നു എന്ന് നമ്മളിങ്ങനെ കരുതുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം അവിടെ ആ രീതിയിൽ നമുക്കൊരു കുഴപ്പമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കാൻ തയ്യാറാവുകയും എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് പറയുമ്പോഴാണ് വേറൊരു ശക്തിയെ നമ്മൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. വേറൊരു വലിയ ശക്തി എന്ന ആശയം തന്നെ കടന്നു വരില്ല. എന്നെക്കൊണ്ട് സാധ്യമല്ല, എന്നെക്കാൾ ശക്തമായ എന്തോ ഒന്ന് വേണം, കൂട്ടായ്മയൊക്കെ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൂട്ടായ്മയിൽ മീറ്റിങ്ങിൽ ഇരിക്കാനും മറ്റുള്ളവരെ കേൾക്കാനും ആ കേട്ട കാര്യങ്ങളിൽ നിന്ന് വല്ല കാര്യങ്ങൾ എടുക്കാനും പറ്റുമോ. അവിടെയാണ് വലിയ ശക്തിയെ കടന്നു വരുന്നത്. മറ്റു മനുഷ്യരെ പരിഗണിക്കലാണ്. അവിടെ അല്ലേ നമ്മുടെ തെറ്റുകൾ മറ്റൊരാളോട് ഏറ്റു പറയാൻ നമുക്ക് സാധിക്കുക. എങ്ങനെ സാധിക്കുക? ആ കടുത്ത സത്യസന്ധമായി നമ്മൾ തിരിച്ചറിയാൻ നമ്മുടെ ആത്മപരിശോധന നടത്താൻ തയ്യാറാകുമ്പോഴേ നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ആ പ്രശ്നങ്ങൾ ഉണ്ട്, അത് മാറ്റാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണമെന്ന ബോധ്യം നമുക്ക് കടന്നു വരുന്നതും ആ ഭാഗത്താണ്. അപ്പോൾ കടുത്ത സത്യസന്ധത എന്നത്
തീർച്ചയായിട്ടും അത് എന്നെ തിരിച്ചറിയുന്നതാണ്, എൻ്റെ കുഴപ്പങ്ങൾ തിരിച്ചറിയുന്നതാണ്. മറ്റുള്ളവരും സാഹചര്യങ്ങളും അല്ല എനിക്ക് കുഴപ്പമുണ്ടാക്കുന്നത്, മറിച്ച് എൻ്റെ ചിന്തകളും മറ്റു കാര്യങ്ങളുമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കി തരുന്നതാണ്. അവിടെയാണ് ഞാൻ എന്നോട് തന്നെയുള്ള അർത്ഥനകളായിട്ട് പ്രാർത്ഥനകൾ മാറുന്നതും എൻ്റെ ഉള്ളിൽ നിന്നുള്ള ശക്തിയെ പ്രവർത്തിപ്പിക്കാനുള്ള ധ്യാനത്തെ എടുക്കുന്നതും എല്ലാം സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ നിയന്ത്രിതമാണ് എൻ്റെ ജീവിതം എന്ന തിരിച്ചറിവും, അതോടൊപ്പം തന്നെ ആ നിയന്ത്രണ വിധേയമാക്കാൻ എനിക്ക് സാധിക്കില്ല, പക്ഷേ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ആ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സെൽഫ് വില്ലിനെ മാറ്റി നിർത്താൻ, എൻ്റെ സ്വാർത്ഥതയെ കരുതിയിരിക്കാനായിട്ട്, എവിടെയാണ് എൻ്റെ അഹങ്കാരം, ആ സെൽഫ് സെൻറ്റേർഡായ അഹങ്കാരം കടന്നു വരുന്നത് എന്ന വളരെ കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. അതിനെ കരുതിയിരിക്കാനായിട്ട് ഈ പറയുന്ന നിർദ്ദേശങ്ങളോട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.